ത്രിരാഷ്ട്ര സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിലേക്ക് മടങ്ങി. സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ ക്രൊയേഷ്യയിലെത്തിയ പ്രധാനമന്ത്രി ക്രൊയേഷ്യൻ പ്രസിഡന്റ്, പ്രധാനമന്ത്രി എന്നിവരുമായി പ്രതിനിധിതല ചർച്ചകൾ നടത്തി. സന്ദർശന വേളയിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യ, കൃഷി, വിദ്യാഭ്യാസം എന്നീ മേഖലകളിൽ പ്രധാന കരാറുകളിൽ ഇന്ത്യയും ക്രൊയേഷ്യയും ഒപ്പുവച്ചു. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ക്രൊയേഷ്യ ഇന്ത്യയ്ക്ക് നൽകിയ പിന്തുണയ്ക്ക് പ്രധാനമന്ത്രി നന്ദി അറിയിച്ചു. ഉഭയകക്ഷി വ്യാപാരം വിപുലമാക്കാനും വിശ്വസനീയമായ വിതരണ ശൃംഖലകൾ കെട്ടിപ്പടുക്കാനും ചർച്ചയിൽ ധാരണയായി. ഭീകരത മാനവികതയുടെ ശത്രുവാണെന്നും ലോകമെമ്പാടുമുള്ള ജനാധിപത്യ രാഷ്ട്രങ്ങൾക്ക് ഭീഷണിയാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ചയിൽ ആവർത്തിച്ചു. ഫാർമസ്യൂട്ടിക്കൽസ്, കൃഷി, വിവരസാങ്കേതികവിദ്യ, ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾ, പുനരുപയോഗ ഊർജ്ജം, സെമി കണ്ടക്ടറുകൾ എന്നിവയുൾപ്പെടെ നിരവധി മേഖലകളിൽ സഹകരണം മെച്ചപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു. ഇന്നലെ വൈകിട്ടോടെ ക്രൊയേഷ്യയിലെ സാഗ്രബ് വിമാനത്താവളത്തിലെത്തിയ നരേന്ദ്രമോദിക്ക് ഊഷ്മള സ്വീകരണമാണ് ലഭിച്ചത്. ക്രൊയേഷ്യയിലെ ഇന്ത്യൻ സമൂഹവുമായി പ്രധാനമന്ത്രി സംവദിച്ചു. വിവിധ കലാപരിപാടികളും അദ്ദേഹം വീക്ഷിച്ചു. സൈപ്രസ് സന്ദർശനം, കാനഡയിലെ G7 ഉച്ചകോടിയിലും പങ്കെടുത്ത ശേഷമാണ് പ്രധാനമന്ത്രി ക്രൊയേഷ്യയിലെത്തിയത്. G7 ഉച്ചകോടിയിൽ അംഗരാജ്യങ്ങളിലെ നേതാക്കളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർണായക കൂടിക്കാഴ്ചകളും നടത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.